സൂക്ഷിച്ച് നോക്കിയാൽ ഒരു മുടി കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡ് വലിയ സംഭവമായിട്ടാണ് ഹംഗ്രി നാളിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. നിർബന്ധിച്ച് കൊണ്ടുവന്ന ഷിജിനാണ്. കുറേ നാളോട്ട് എറണാകുളത്ത് വരുമ്പോൾ പോയി കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഓൾറെഡി ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞാൻ ഈ പേരെ നോക്കിയല്ല കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നമ്മുടെ അരുണുമായിട്ട് മുമ്പ് BNAയുടെ ആവശ്യത്തിന് മീറ്റിങ്ങിനായിട്ട് വന്നപ്പോൾ കഴിച്ചു. പിന്നെ നമ്മൾ എവിടെ നിന്ന് എന്ത് ഫുഡ് ഓർഡർ ചെയ്യണമെന്നായിരുന്നു അക്ഷയും നിഹാലയും കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഓഫറെല്ലാം നമ്മൾ നോക്കി എടുത്തിട്ട് അവസാനം ബുക്ക് ചെയ്തത് 2 ബിരിയാണിയും എനിക്കൊരു ഗുണം. ഓക്കെ, വലിയ ഇതൊന്നുമില്ല, കോംബോ ആണ്. ബാംഗ്ലൂർ ബിരിയാണിയും ചിക്കൻ 65ഉം അവർ 2 ഓർഡർ ചെയ്തു. അക്ഷയ് ബാംഗ്ലൂർ ബിരിയാണി ഓർഡർ ചെയ്തു. കുറച്ച് സമയം എടുത്തു, പക്ഷേ വലിയ ഡിലേ ഒന്നുമില്ല. വരുന്ന സമയത്ത് പാർക്ക് ചെയ്യാൻ പറ്റുമോ, ഭയങ്കര തിരക്കായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഇരുന്നു. വലിയ വിലയൊന്നും ആയിട്ടില്ല. അറൗണ്ട് 650 രൂപ. 2 ഷേക്ക്, അതിൻ്റെ കൂടെ ഫ്രീ ടീ. ഷേക്ക് മേടിക്കാനാണ് ഇപ്പോൾ അക്ഷയ് സാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അക്ഷയ് സാറിന് ഫുൾ തിരക്കായതുകൊണ്ട് അക്ഷയ് നിഹാലയും കൂടി ഷേക്ക് മേടിച്ച് വന്നു. നിഹാലയുടെ ഫോട്ടോ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇടാനായിട്ട് സാധിച്ചില്ല. ഷേക്ക് ഞാൻ ഇത് കുടിച്ചിട്ട് അതേ കണക്ക് വെച്ച് ബാക്കി അക്ഷയ് കുടിച്ചു തീർത്തു. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഷേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യമാണ് പ്രതീക്ഷിച്ചത്. പിന്നെ നമ്മുടെ നമ്പർ 46 ആയിരുന്നു. വെയിറ്റ് നോക്കി ഇങ്ങനെ ഇരുന്നു. ഷേക്കിൻ്റെ അഭിപ്രായം അക്ഷയ് പറഞ്ഞുകൊണ്ടിരുന്നു. ഷേക്ക് എന്തായാലും എനിക്കിഷ്ടപ്പെടില്ല, ചുമ്മാ വേവാത്ത പഴം എടുത്ത് അടിച്ചു വെച്ചിരുന്നു. അങ്ങനെ ഫുഡ് എടുത്തുകൊണ്ട് വന്നു. ഞാൻ പൊരിച്ച മീൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി 3 പേരും ഹാഫ് വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഹാഫിൻ്റെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിക്കുള്ള ബിരിയാണി ആയിരുന്നു. എനിക്ക് ബിരിയാണി കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഷിജിനായിരുന്നു ക്യാമറയൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഷിജിനായിരുന്നു ആഗ്രഹം അവിടുത്തെ കഴിക്കണം. കാരണം എല്ലാവരും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് എനിക്കൊരു നല്ല നെഗറ്റീവായി. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഞാൻ വലിയ കാര്യമാക്കാൻ നിന്നില്ല. കാര്യം ഇതൊക്കെ സ്വാഭാവികമല്ലേ. ഓക്കെ, പിന്നെ ഇതിനെയും പുഷ് ചെയ്ത് നമുക്ക് വലിയ സംഭവമാക്കാം. പിന്നെ നമ്മൾ എല്ലാവരും നല്ല രീതിക്ക്, കാരണം കഴിക്കേണ്ട നെഗറ്റീവോടെ മാറ്റി വെച്ച് ബാക്കി പോസിറ്റീവ് ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നിഹാല മിക്ക ചോറും ബാക്കി വെച്ചു. അതേ കണക്ക് തന്നെ ഷിജിന അവിടെ നിന്ന് വൈഫ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫുള്ളും ചോറ് കഴിച്ചെടുത്തു. ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിഹാല ബാക്കി വെച്ചിരുന്നതാണ്. അക്ഷയ് ഫുള്ളും കാലിയാക്കി. അവസാനം ഷേക്ക് അക്ഷയ് കുറച്ചേ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പോയി കൈ കഴുകി ഇറങ്ങി. അക്ഷയ് പറയൂ. Average. Okay. But the quantity is too good. പക്ഷേ ഇവിടെ ദം ബിരിയാണി നല്ലതാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കഴിക്കാം. ബാക്കിയെല്ലാം ബാക്കി വെച്ചിട്ടുണ്ട് ഫുള്ളും. അതിന് എനിക്ക് തോന്നുന്നു 165 അത്ര നല്ല റേറ്റാ. അല്ല, ദം ബിരിയാണിക്ക് അത് നല്ല.